ഹലോ സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാറ്റ ഫ്രൈ എന്നല്ല കേട്ടോ, പാറ്റേനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ട്രിക്കായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പാറ്റയില്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും. പാറ്റേനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അറപ്പായിരിക്കില്ലേ, ഫുഡിലൊക്കെ വന്നിരുന്നോ. പിന്നെ പലതരം അസുഖങ്ങളോ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പാറ്റേനെ കൊല്ലാനായിട്ട് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ ഈ സ്പ്രേകളൊക്കെ കിട്ടുന്നുണ്ട്, ഹിറ്റ് അത് ഇതൊക്കെ. പക്ഷെ അത് നമുക്കും ഹാനികരമാണ്. മാസ്ക് ഇട്ടാലും നമ്മളത് ശ്വസിച്ചു പോവും. അപ്പം ഇത് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒന്നും ഇതിലില്ല. ഇത് വളരെ എഫക്റ്റീവാണ്. ഞങ്ങൾ സൗദിയിലായിരുന്നപ്പോൾ അവിടെ മലയാളികളുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു ട്രിക്കാണിത്. അപ്പോൾ അവിടുത്തെ സൗദി പാറ്റകളാണ്, നല്ല തട്ടിച്ചു കൊഴുത്ത പാറ്റകൾ, അവർ വരെ ഓടിപ്പോയി. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് 4 ചേരുവകളാണ്. അതിൽ മെയിനായിട്ടുള്ളതാണ് ബോറിക് ആസിഡ് പൗഡർ. ഇപ്പം ഞാൻ കാണിച്ച പോലെ അത് എല്ലായിടത്തും കിട്ടും, പാക്കറ്റായിട്ട് കിട്ടും, ഫാർമസിയിലൊക്കെ കിട്ടും. അപ്പം അത് ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ വെച്ചാണ്, ഈക്വൽ റേഷ്യോയിൽ വേണം ഈ 4 ചേരുവകളും എടുക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ ബോറിക് ആസിഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽപ്പൊടി ചേർക്കണം. അപ്പോൾ നമ്മൾ പാറ്റേനെ അങ്ങനെ പട്ടിണി കിട്ടൊന്നും കൊല്ലില്ല, നമ്മൾ നല്ല ഫുഡ് കൊടുത്തിട്ടാണ് കൊല്ലാൻ പോകുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ പാൽപ്പൊടി ചേർക്കാം. ഈക്വലായിരിക്കണം കേട്ടോ എല്ലാതും. അപ്പോൾ ഞാൻ ബോറിക് ആസിഡ് പൗഡർ 2 ടീസ്പൂൺ എടുത്തു, പാൽപ്പൊടി 2 ടീസ്പൂൺ എടുത്തു. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ്, അതും 2 ടീസ്പൂൺ. ഇനി ചേർക്കാനുള്ളത് മൈദ, അതും 2 ടീസ്പൂൺ. മൈദയും 2 ടീസ്പൂൺ ചേർത്ത് കഴിഞ്ഞു. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ബോറിക് ആസിഡ് പൗഡറിൽ ചിലപ്പോൾ ഇങ്ങനെ കട്ട പോലെയൊക്കെ കിടക്കും. അപ്പോൾ അത് എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്തതിന് ശേഷം അല്പാൽപ്പം വെള്ളം ചേർത്തിട്ട് നമുക്കിതൊരു പേസ്റ്റ് പരുവത്തിലാക്കാം. വെള്ളം ചേർക്കുമ്പോഴും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാനായിട്ട്, കാരണം ഇത് പഞ്ചസാര ഒഴിച്ച് ബാക്കി 3 നല്ല ഫൈൻ പൗഡർ ഫോമിലാണ്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ പെട്ടെന്ന് ലൂസായി പോവും, അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് ചേർക്കണം എന്ന് പറയുന്നത്. ആദ്യം ഞാൻ ഈ സെയിം എടുത്ത ആ സ്പൂണിൽ തന്നെ 2 ടീസ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കും. അത് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ പിന്നീട് അല്പമായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 2 ടീസ്പൂൺ ചേർക്കാം. രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്തു. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. 2 ടീസ്പൂൺ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തപ്പോൾ കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അല്പം കൂടെ ലൂസ് വേണം. അപ്പോൾ അതിനായിട്ടൊരു 1/2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആ പഞ്ചസാരയും കൂടെ മെൽട്ടായിട്ട് വരുമ്പോൾ ആ പാകത്തിനുള്ള ലൂസായിട്ട് കിട്ടും. ഈ ഒരു പരുവത്തിലാണെങ്കിൽ നമുക്ക് തേച്ച് വെക്കാൻ എളുപ്പമാണ്. കുറച്ച് തിക്കാണെങ്കിൽ നമ്മൾ ഒട്ടിച്ച് വെക്കും. അപ്പോൾ മാവ് ഉണങ്ങി കഴിയുമ്പോൾ അത് അടർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഇങ്ങനെ തേച്ച് വെക്കുമ്പോൾ കുറച്ച് ഏരിയ കവർ ചെയ്യുമല്ലോ, നമ്മൾ ഒട്ടിച്ച് വെക്കുന്ന പോലെയല്ല. അപ്പോൾ കുറേ പാറ്റകൾക്ക് ഒന്നിച്ചിരുന്ന് ഈ ഫുഡ് കഴിക്കാം. അങ്ങനൊരു ഗുണം കൂടിയുണ്ട്. മിക്സിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഇത് കൈകൊണ്ട് തേക്കരുത്, ഇതുപോലെ സ്പൂൺ എടുത്തിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. ഇനി കൈകൊണ്ട് ചെയ്യണം എന്നുള്ളവർക്ക് ഒരു ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഈ സിങ്കിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാം. പിന്നെ ഈ പേസ്റ്റ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കാണാത്ത സ്ഥലങ്ങളിൽ ഉൾഭാഗത്തൊക്കെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ പ്ലേറ്റുകളിലൊന്നും തട്ടാത്ത വിധത്തിൽ വേണം ചെയ്യാനായിട്ട്. പിന്നെ വർക്ക് ഏരിയയിൽ, ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ, സിങ്കിൻ്റെ അടിയിൽ, പിന്നെ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ, അങ്ങനെ നിങ്ങൾക്കറിയാലോ പാറ്റ എവിടെയൊക്കെയാണ് പാറ്റേനെ കാണുന്നത് അവിടേക്ക് ഒന്ന് ഇത് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ ബെഡ്റൂമിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ കട്ടിലിൻ്റെ അടിഭാഗത്തൊക്കെ തേച്ച് കൊടുക്കാം. പിന്നെ വാഷ് ബേസിൻ്റെ അടിയിൽ, അങ്ങനെ എല്ലാ ഭാഗത്തും നമുക്ക് ഇങ്ങനെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ ഒന്നും കാണില്ല. അതിൻ്റെ അടുത്ത ദിവസം പാറ്റകളൊക്കെ ഇങ്ങനെ ഒരു ലെവലില്ലാത്ത പോലെ നമ്മുടെ മുമ്പിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഓടണ കാണാം. ഒരു ഡ്രഗ് അടിച്ച പോലെ നമുക്ക് തോന്നും പിറ്റേ ദിവസം. അതിൻ്റെ പിറ്റേ ദിവസം കാണാം ചിലരൊക്കെ ഇങ്ങനെ ചത്തിട്ടുണ്ടാവും, ചിലരപ്പോഴും ഒരു പകുതി ജീവനിലിരിക്കും. അതിൻ്റെ പിറ്റേ ദിവസം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ കിടക്കുന്നുണ്ടാവും. പാറ്റുള്ളവരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വളരെ എഫക്റ്റീവാണ്. ഒരു 1-2 കൊല്ലത്തേക്ക് പാറ്റയുടെ ശല്യം ഉണ്ടാവില്ല.